ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റിയിൽ നിന്ന് എങ്ങനെ സ്ലിറ്റുള്ള ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വീഡിയോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സമയമുള്ളപ്പോൾ അതെല്ലാം കയറി ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ നൈറ്റിയാണ്, കോട്ടൺ നൈറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇതിനെ തിരിച്ചിട്ട് എടുക്കണം. ചീത്ത വശം പുറമേ വരണം. ഇവിടെ ഞാൻ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ നൈറ്റിയെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് ഒരുപോലെ വരുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കണം. ആം ഹോളിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് വേണം നമ്മൾ രണ്ടായിട്ടിങ്ങനെ നൈറ്റി ഒന്ന് മടക്കിയിടാനായിട്ട്. അങ്ങനെ നൈറ്റി നമ്മളിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മടക്കുവശമാണ് വരുന്നത്, ഇവിടെ ഓപ്പൺ സൈഡാണ്. കറക്റ്റ് രണ്ടായിട്ട് ഞാനിവിടെ മടക്കിയിട്ടേക്കുവാണ് നൈറ്റി. നമുക്ക് മാക്സിമം എത്രയും ലെങ്ത് കിട്ടുന്നുണ്ടോ അത്രയും വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമുക്ക് ലെങ്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഉള്ള നൈറ്റിയാണ്, പ്ലീറ്റഡ് നൈറ്റിയാണിത്. അതുകൊണ്ട് ഞാനിവിടെ ഈ പ്ലീറ്റ് വരുന്ന അവിടം വരെയുള്ള ലെങ്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒപ്പത്തിന് വെച്ചിങ്ങനെ ഇപ്പോൾ ഇത് ലെവലായല്ല കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ലെങ്ത് മാർക്ക് ചെയ്ത് ലെവലാക്കി എടുക്കണം. അങ്ങനെ നമ്മളിവിടെ ലെങ്ത് നമുക്ക് എത്രയോ ലെങ്തിലാണ് കിട്ടുന്നത് അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി രണ്ട് സ്ലീവും അഴിച്ചെടുക്കണം. കാരണം ചുരിദാറിലേക്ക് നമുക്ക് ഈ സ്ലീവ് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവ് രണ്ടും അഴിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ നമ്മൾ കട്ട് ചെയ്ത തുണിയിലേക്ക് ആദ്യം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടുന്ന ലെങ്ത്, ആ ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എനിക്കിവിടെ 42 ഇഞ്ച് ലെങ്താണ് വേണ്ടുന്നത്. ഒരുപോലെ രണ്ടായി മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് താഴ്വശത്തു നിന്നും ലെങ്ത് മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ടേപ്പ് ഇവിടെ നിന്നും ലെങ്ത് 42 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്നത്. ആ 42 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ 6.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് വീണ്ടും ആം ഹോളും 6.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് കിട്ടുന്നതിനായിട്ട് ഇവിടെയും നമുക്ക് ഇവിടെ നിന്ന് മടക്ക് വശത്തു നിന്നും 6.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് നീട്ടി വരച്ചതിന് ശേഷം ഇവിടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 35 ചെസ്റ്റ് റൗണ്ടുള്ള ചുരിദാറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 35ൻ്റെ 4 പറയുന്നത് 8.25 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 9.25 ഇഞ്ച് ഈ മടക്കുവശത്തു നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ലൂസും കൂടെ വരുന്ന പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ കർവ് വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നും എത്രയാണോ ഹിപ്പ് ലെങ്ത് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ ഹിപ്പ് ലെങ്ത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 19.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറയും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെയാണ് നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഹിപ്പ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ 9, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട്
തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ 1 ഇഞ്ച് മതി. ബാക്കി എല്ലായിടത്തും നമ്മൾ 1.5 ഇഞ്ച് വെച്ചാണ് സ്റ്റിച്ചിങ് തയ്യൽ തുമ്പിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മിഡ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ തൊട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ വരെയുള്ള ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 13.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെയാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. അതിൻ്റെ 4/1 7.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. കാരണം സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന്. ഇനി നമുക്ക് ഈ ആദ്യത്തെ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കും. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പിനായിട്ടാണ് ഇത്രയും വിട്ടേക്കുന്നത്. ഇനി നമുക്ക് ബോട്ടം വിട്ട് കൊടുക്കണം. അതിനായിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ തയ്യൽ തുമ്പ് ലൂസ് എല്ലാം കൂടെ ചേർന്ന് എത്രയാണ് വന്നേക്കുന്നതെന്ന് നോക്കണം. ഇവിടെ 10.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ താഴ്വശത്ത് ആദ്യം 10.5 ഇഞ്ച് തന്നെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 10.5 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടം ഭാഗത്ത് കുറച്ചുകൂടെ വിരിവ് വേണമെങ്കിൽ നമുക്ക് ഈ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് തയ്യൽ തുമ്പിനായിട്ടുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിഷ്ടം അനുസരിച്ച് നമുക്ക് താഴ്വശത്ത് വീതിയൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചുരിദാറാണ് വേണ്ടതെങ്കിൽ ഇതേ രീതിയിലാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണോ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ കിട്ടുന്നത് അത് തന്നെ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്നും നമ്മൾ താഴ്വശത്തേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കണം. പിന്നെ തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ള 1 ഇഞ്ചുകൾ യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നൈറ്റി പീസിൽ നിന്ന് 2 സ്ലീവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് കുറച്ചുകൂടി ലെങ്ത് കൊടുക്കാനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ നിന്നും സ്ലീവിൻ്റെ അറ്റത്തേക്ക് വെച്ച് കൊടുത്ത് ലെങ്ത് കൂട്ടാനായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാലൻസ് വന്ന തുണിയിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള നെക്ക് മാർക്ക് ചെയ്യാനായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് വിട്ട് ഞാനിവിടെ തുണി 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. നെക്ക് വിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ ഞാനൊരു വി നെക്ക് കൂട്ട് വരച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നെക്കിൻ്റെ വരച്ച ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിലേക്ക് വെച്ച് ഈ നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ചുരിദാറിൻ്റെ കട്ടിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ആ വി നെക്ക് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത തുണിയുടെ അറ്റഭാഗം ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും എല്ലാം ഒപ്പത്തിനാക്കിയതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട് പീസിൽ വി ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്ത് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ നെക്ക് വിട്ടെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വി
വി നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിലായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ വെച്ച് തയ്ച്ച ആ പീസ് മറിഞ്ഞ് ഉള്ളിലേക്ക് നന്നായി മറിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ചുറ്റിനും നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. കട്ടിങ് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിലേക്ക് കൊള്ളാതെ പ്രത്യേകം സൂക്ഷിച്ച് വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ പീസിനെ ഒന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ വെച്ച് കൊടുത്തൊരു പീസ് ഉണ്ടല്ലോ, അതും തയ്യൽ തുമ്പ് ആ തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. പതിച്ചടിച്ചതിന് ശേഷം ആ പീസിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നെക്കിൻ്റെ സൈഡിലൂടെയാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടും ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇവിടെ ഫ്രണ്ട് നെക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പീസ് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത് എല്ലാം അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് വിടുത്ത് 2.25 ഇഞ്ചാണ്. ബാക്ക് നെക്ക് ലെങ്ത് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി വീണ്ടും 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് കൂട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് അവിടെ ഒരു റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ബാക്കിൽ ഞാനിവിടെ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. പിന്നീട് ക്രോസ് പീസ് ഉപയോഗിച്ച് ഈ ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ റൗണ്ട് നെക്ക് ബാക്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്രോസ് പീസ് എല്ലാം കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ക്രോസ് പീസിനെ ഇങ്ങനെ വെച്ച് കൊടുത്ത് 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ചുറ്റിനും. ക്രോസ് പീസ് ബാക്ക് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്രോസ് പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. നെക്കിലേക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഷോൾഡറും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നിവർത്തിയിടണം. അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സൈഡ് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സ്ലിറ്റും സ്റ്റിച്ച് ചെയ്യണം. ഞാൻ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. പല ചെസ്റ്റ് സൈസിലുള്ള ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നിലത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ വിശദമായി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുപോലെ തന്നെ കാണുന്നവർക്ക് വീണ്ടും കാണുമ്പോൾ ബോറാകും. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ മുന്നിലത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ ഇവിടെ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നൈറ്റിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ സ്ലിറ്റുള്ള ചുരിദാർ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.